സുറിയാനിക്കാരുടെ പ്രത്യേക ഭക്ഷണമാണല്ലോ പെസഹാപ്പാൽ. ഇതിൻ്റെ കൂട്ടറിയാൻ എല്ലാവർക്കും കൊതിയുണ്ടെന്ന് ഞാൻ കേട്ടു. എനിക്കറിയാവുന്നതുപോലെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. 2 തേങ്ങ എടുത്ത് ചിരണ്ടി എടുക്കുകയാണ് ആദ്യത്തെ ജോലി. എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന പതിവാണുള്ളത്. ഞാനിപ്പോൾ തേങ്ങ ചിരണ്ടി കാണിച്ചു തരാം. എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ. ചിരണ്ടി വെച്ച തേങ്ങാപ്പീര ഒരു പാത്രത്തിൽ പിഴിഞ്ഞെടുക്കുന്നു. നല്ല ആൺമക്കളാണെങ്കിൽ ആ തേങ്ങാപ്പീര അതിൽ പിഴിഞ്ഞു തരും. എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ, ഈശോയെ, ഈശോ മറിയ യോസേപ്പ്, എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ. രണ്ടാമതായി ശർക്കര പൊടിക്കുന്ന പണിയാണ് ചെയ്യുന്നത്. രുചിക്ക് വേണ്ടി ഇത്തിരി ചുക്കും ജീരകവും ഏലക്കായും എടുത്തു വയ്ക്കുന്നു. ഇതെല്ലാം നേരത്തെ തന്നെ നന്നായി പൊടിച്ചു വയ്ക്കണം. ഒരു പുതിയ കല എടുത്ത് അടുപ്പത്ത് വയ്ക്കുന്നു. പുതിയ തവിയാണ് ഉപയോഗിക്കുന്നത്. പാല് നന്നായി പിഴിഞ്ഞെടുത്താൽ ഇതുപോലെ കുറുകിയിരിക്കും. പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കലത്തിൽ ഒഴിക്കുന്നു. പൊടിച്ചു വെച്ച ശർക്കര പ്രാർത്ഥിച്ചുകൊണ്ട് പാലിൽ ചേർക്കുന്നു. ഈശോ മറിയ യോസേപ്പേ, ഈശോ ഈശോയെ, എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ, ഈശോ മറിയ യോസേപ്പേ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, ഈശോയെ നന്ദി, യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ. ചെറിയ തീ കൊളുത്തി സാവധാനം പാലിളക്കിക്കൊണ്ടിരിക്കുന്നു. ഈശോയെ, 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 ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. മക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. പാല് തികന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ശർക്കരയ്ക്കകത്ത് സോഡാക്കാരുള്ളതുകൊണ്ട് പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകും. അമ്മച്ചി കാച്ചിയ പെസഹാപ്പാൽ. ഈ സമയം വീട്ടിലെ മൂത്ത ആൺമക്കള് പ്രാർത്ഥിച്ചുകൊണ്ട് പാളയംകുളം മുഴുവൻ അരിഞ്ഞു വയ്ക്കും. ഈ സമയം മൂത്ത മക്കള് അല്പം അരി എടുത്ത് വറുത്ത് പൊടിച്ചു വയ്ക്കുന്നു. പാലിളക്കുന്നത് പൊതുവെ കുരിശിന്റെ ആകൃതിയിലാണ്. നിങ്ങളൊന്ന് നോക്കിയാട്ടെ. ചുക്കും ജീരകവും ഏലക്കായും പൊടിച്ചത് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർക്കുന്നു. ഈശോ മറിയ യോസേപ്പേ, ഈശോയെ രക്ഷിക്കണം. ഈശോയെ, 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 ഈശോയെ നന്ദി, നന്ദി, നന്ദി. വറുത്ത് പൊടിച്ച കുത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് ചേർക്കുന്നു. ഈശോയെ ഈശോയെ രക്ഷിക്കണം. ഈശോയെ, 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 ഈശോയെ. അരിഞ്ഞു വെച്ച പഴം വലിയ പ്രാർത്ഥനയോടുകൂടി ചേർക്കുന്നു.
കഴിഞ്ഞ പ്രാവശ്യത്തെ കുരുത്തോല എടുത്ത് ചെറിയൊരു ഭാഗം കീറിയെടുക്കുന്നു. കീറിയെടുത്ത ഭാഗം കുരിശാകൃതിയിൽ കഴുത്തിലേക്ക് ഇടുന്നു. ദൈവത്തിന് സ്തുതി. രസകപ്പാൽ തയ്യാറ്. അമ്മച്ചി കാച്ചിയ പെസഹാപ്പാൽ